വെൽക്കം ടു വി ലേണിംഗ്സ്. ഇന്ന് നമ്മൾ സർക്കിൾസ് എന്ന ഭാഗത്തിലെ ഒരു ഭാഗമാണ് നോക്കാൻ പോകുന്നത്. നോക്ക്, നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിലെ ആർക്സും ആംഗിൾസിനെയും കുറിച്ച് പഠിച്ചു. ഇനി നോക്ക് എങ്ങനെയാണ് അതിന്റെ ആപ്ലിക്കേഷൻ എങ്ങനെയാ വരുന്നത്. ആദ്യത്തെ ആപ്ലിക്കേഷൻ വരുന്നത് ഒരു എന്താ പറയാ ആംഗിളിന്റെ ഹാഫ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യത്തെ ആപ്ലിക്കേഷൻ വരുന്നത്. നോക്ക് അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടത്. നമുക്ക് 45 ഡിഗ്രിയുടെ ഒരു ആംഗിൾ തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, കോമ്പസ് എടുത്തിട്ട് ആംഗിളിന്റെ ടിപ്പ് തലപ്പിന്ന് എന്ത് ചെയ്യാ, തലപ്പിൽ വെച്ചിട്ട് എന്ത് ചെയ്യണം, ഒരു സർക്കിൾ വരയ്ക്കണം അല്ലെ. എന്ത് ചെയ്യണം, ഒരു സർക്കിൾ വരയ്ക്കണം. ഓക്കെ, എങ്ങനെ വേണം, ഇവിടെ അല്ലെ ഈ പറയുന്ന ആംഗിളിന്റെ തലപ്പ് സെന്ററായി വരുന്ന പോലെ ഒരു സർക്കിൾ വരണം. അപ്പൊ എന്ത് ചെയ്യണം, ആംഗിളിന്റെ ടിപ്പില് നമ്മുടെ കോമ്പസ് വെച്ചിട്ട് എന്ത് ചെയ്യുക, ഒരു സർക്കിൾ അങ്ങോട്ട് വരയ്ക്കുക. ഓക്കെ, ഇനി നോക്ക്, ഇനി നമുക്ക് എന്ത് ചെയ്താൽ മതി, നോക്ക് ഈ ഡയാമീറ്റർ എന്ത് ചെയ്യുക, ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്താൽ മതി, ഈ ഡയാമീറ്റർ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യണം. എക്സ്റ്റെൻഡ് ചെയ്ത ശേഷം നോക്ക് ഈ പോയിന്റിലേക്ക് ഒരു വര വരയ്ക്കുക. ഓക്കെ, ഈ പോയിന്റിലേക്ക് ഒരു വര വരയ്ക്കുക. നോക്ക് ഇപ്പൊ എന്തായി, ഇത് സെന്റർ ആംഗിളും ഇത് സർക്കിളിലുള്ള ആംഗിളും ആയി അല്ലെ. ഇത് 45 ഡിഗ്രി എന്തായി, സെന്ററിലുള്ള ആംഗിളും അതുപോലെ തന്നെ ഈ കാണുന്ന ഇത് ഇവിടെ ഈ ഒരു സാധനം അല്ലെ, ഇതെന്തായി, ഇത് സർക്കിളിലെ ആംഗിളും ആയി അല്ലെ. വൃത്തപരിധി അല്ലെങ്കിൽ സർക്കംഫറൻസിലെ ആംഗിൾ ആയി. 45 അല്ല, നമുക്ക് എന്താ അറിയാം, നമുക്ക് സെന്ററിലെ ആംഗിളിന്റെ പകുതി ആയിരിക്കും സർക്കംഫറൻസിലെ ആംഗിൾ എന്ന് അറിയാം. അപ്പൊ നമുക്ക് ആംഗിളിന്റെ ഹാഫ് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല. എന്ത് ചെയ്താൽ മതി, നമുക്ക് 45 ഡിഗ്രി എന്ന് പറഞ്ഞ ഒരു ആംഗിൾ, ഏത് ആംഗിൾ തന്നാലും അതിന്റെ ആ ഒരു ആംഗിളിന്റെ ടിപ്പിൽ നിന്ന് ഒരു സർക്കിൾ വരയ്ക്കുക, ഇങ്ങനെ ഒരു ഡയാമീറ്റർ വരയ്ക്കുക. എന്നിട്ട് ആ ഡയാമീറ്റർ ഈ സർക്കിൾ പാസ് ചെയ്യുന്ന ഈ പോയിന്റിലേക്ക് കണക്ട് ചെയ്യുക. എന്നിട്ട് ഇവിടെ ഒരു ആംഗിൾ വരയ്ക്കുക. അങ്ങനെ ആംഗിൾ വരയ്ക്കുന്ന സമയത്ത് എപ്പോഴും സെൻട്രൽ ആംഗിളിന്റെ നോക്ക് പകുതി ആയിരിക്കും സർക്കിളിന്റെ സർക്കംഫറൻസിലുള്ള ആംഗിൾ അല്ലെങ്കിൽ ഇൻസ്ക്രൈബഡ് ആംഗിൾ. ഓക്കെ, അപ്പൊ സെൻട്രൽ ആംഗിൾ 45 ഡിഗ്രി ആണെങ്കിൽ ഈ പറയുന്ന ഇൻസ്ക്രൈബഡ് ആംഗിൾ അല്ലെങ്കിൽ വൃത്തപരിധിയിലുള്ള ആംഗിൾ, ഓക്കെ, വൃത്തപരിധിയിലുള്ള ആംഗിൾ എത്രയായിരിക്കും, 45/2 വരും. എന്ത് വരും, 45/2 വരും. അത് എത്രയാണ്, ഈക്വൽ ടു 22.5 ഡിഗ്രി വരും. ഓക്കെ, എത്ര വരും, 22.5 ഡിഗ്രി. ഓക്കെ, നോക്ക് അടുത്ത കാര്യമാണ് എന്ത്, ടു ഡ്രോ എ ട്രയാങ്കിൾ with specified angles within a circle. നമ്മൾ അത് എങ്ങനെ ചെയ്യും നോക്കിക്കോളൂ. നോക്ക് നമ്മുടെ ചോദ്യം എന്താണ്, നോക്ക് ഡ്രോ എ ട്രയാങ്കിൾ ഓഫ് ആംഗിൾസ് 50 ഡിഗ്രി 60 ഡിഗ്രി ആൻഡ് 70 ഡിഗ്രി വിത്തിൻ എ സർക്കിൾ. അതായത് എന്ത് ചെയ്യണം, അതായത് നമുക്ക് ഒരു ത്രികോണം വരയ്ക്കണം അല്ലെ. എന്ത് ചെയ്യണം, ഒരു ത്രികോണം വരയ്ക്കണം. ഓക്കെ, ത്രികോണം വരയ്ക്കണം. അതിന്റെ ആംഗിൾസ് എന്തൊക്കെയാണ്, ഏതൊക്കെ തന്നിട്ടുണ്ട് നോക്ക്, 50 ഡിഗ്രി 60 ഡിഗ്രി ആൻഡ് 70 ഡിഗ്രി, 50 ഡിഗ്രി 60 ഡിഗ്രി, പിന്നെ എന്താണ് 70 ഡിഗ്രി. എങ്ങനെ, എന്തിന്റെ ഉള്ളിലാണ് വരയ്ക്കാൻ പറഞ്ഞിരിക്കുന്നത്, ഒരു വൃത്തത്തിന്റെ ഉള്ളിലാണ് അല്ലെ, ഒരു സർക്കിളിന്റെ ഉള്ളിൽ, വൃത്തത്തിന്റെ
ഉള്ളിൽ ഉള്ളിൽ. നോക്ക്, അപ്പൊ നമ്മൾ എങ്ങനെ ഇത് വരയ്ക്കും? സിമ്പിൾ ആയിട്ടുള്ള കാര്യം. ആദ്യം തന്ന ആംഗിളിന്റെ ഡബിൾ എടുക്കുക. ഓക്കെ, 50ന്റെ ഡബിൾ എത്ര വരും? നോക്ക്, 50ന്റെ ഡബിള് 100 ഡിഗ്രി അല്ലെ. 60ന്റെ ഡബിൾ എത്ര വരും? 120 ഡിഗ്രി അല്ലെ. ഇനി 70ന്റെ ഡബിൾ എത്ര വരും? 70ന്റെ ഡബിൾ എത്ര വരും? 70 ഡിഗ്രി അല്ലെ. അപ്പൊ 50ന്റെ ഡബിള് 100 ഡിഗ്രി, 60ന്റെ ഡബിള് 120 ഡിഗ്രി, 70ന്റെ ഡബിള് 140 ഡിഗ്രി. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായില്ലേ? ഇനി ചെയ്യേണ്ട കാര്യം നോക്കിക്കോ. ഇനി നമ്മൾ എന്ത് ചെയ്യും? ഒരു സർക്കിൾ അങ്ങോട്ട് വരയ്ക്കുക കേട്ടോ. ഒരു സർക്കിൾ അങ്ങോട്ട് വരയ്ക്കുക. വരച്ചിട്ട് അതിന്റെ സെന്റർ മാർക്ക് ചെയ്യുക. ഓക്കെ, സെന്റർ മാർക്ക് ചെയ്തില്ലേ? ഇനി നോക്ക്, ഇങ്ങോട്ടൊരു റേഡിയസ് അല്ലെ, അതിന്റെ ലെഫ്റ്റ് സൈഡ് അല്ലെ, ലെഫ്റ്റ് സൈഡിലേക്ക് ഒരു റേഡിയസ് വരയ്ക്കുക. ഈ ഏകദേശം ഈ സൈഡിലേക്ക് ഒരു റേഡിയസ് വരയ്ക്കുക. എന്നിട്ട് ഇവിടെ പ്രൊട്ടക്ടർ വെക്കുക. ഓക്കെ, ഇവിടെ പ്രൊട്ടക്ടർ വെച്ചിട്ട് എന്ത് ചെയ്യുക? 100 ഡിഗ്രി എവിടെയാണ് എന്ന് മാർക്ക് ചെയ്യുക. അപ്പൊ നമുക്കൊരു ഏകദേശം ഒരു അളവ് കിട്ടും. ഓക്കെ, എവിടെയാണെന്ന് വെച്ചാൽ മാർക്ക് ചെയ്തിട്ട് ആ പ്രൊട്ടക്ടർ അല്ലെങ്കിൽ ആ ഒരു പോയിന്റ് മാർക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യുക? സർക്കിളിന്റെ സെന്ററിന്ന് സർക്കിളിന്റെ സർക്കംഫറൻസിലേക്ക് എന്ത് ചെയ്യുക? ആ ഒരു വര വരയ്ക്കുക. ഇതുവരെ മതി, ഇവിടെ നിന്ന് താഴേക്ക് പോണ്ട. ഓക്കെ, ഇതുവരെ വരയ്ക്കുക. ഇനി അടുത്തത് എന്താണ്? നമ്മുടെ അടുത്ത ആംഗിൾ എന്താണ്? രണ്ടാമത്തെ ആംഗിൾ 120 ഡിഗ്രി അല്ലെ. രണ്ടാമത്തെ ആംഗിൾ എന്താണ്? 120 ഡിഗ്രി. നമ്മൾ ആദ്യം പ്രൊട്ടക്ടർ ഇവിടെയാണ് വെച്ചതെങ്കിൽ രണ്ടാമത്തെ തവണ എവിടെ വെക്കണം? ഇവിടെ വെക്കണം. രണ്ടാമത്തെ തവണ എന്ത് വെക്കണം? ഇവിടെ വെക്കണം. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യാം? ഇവിടെ വെച്ചിട്ട് 120 ഡിഗ്രി മാർക്ക് ചെയ്യുക. ഇവിടെ വെച്ചിട്ട് എന്ത് ചെയ്യാം? 120 ഡിഗ്രി മാർക്ക് ചെയ്യുക. അപ്പൊ ഏകദേശം ഇങ്ങനെ ഒരു സംഭവം കിട്ടും. എന്ത് ചെയ്യാം? അവിടേക്ക് സെന്ററിന്ന് ഈ ഒരു ദിശയിലേക്ക് മറ്റേ അടുത്തൊരു ലൈൻ വരയ്ക്കുക. ഓക്കെ, നമുക്ക് ഈ ലൈൻ എന്ത് ചെയ്യാൻ പറ്റില്ല, ഇവിടെ വരെ ഒന്നും പോണ്ട, നമ്മുടെ സർക്കിളിന്റെ സർക്കംഫറൻസ് വൃത്തത്തിന്റെ പരിധി വരെ എത്തിയാൽ മതി. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യും? ഇങ്ങനെ ഒരു വര വരും. ഓക്കെ, ഇനി എന്ത് ചെയ്യും? നമുക്കിപ്പോ എന്ത് ചെയ്യും? നമുക്ക് 3 പോയിന്റ് കിട്ടി അല്ലെ. ഇതൊന്ന്, പിന്നെയോ ഇതൊന്ന്, പിന്നെ എന്താണ്? ഇതൊന്ന്. ഇനി എന്ത് ചെയ്താൽ മതി? നമ്മൾ അതിന് ട്രയാങ്കിൾ വരച്ചാൽ മതി അല്ലെ. എന്ത് ചെയ്യുക? ഈ പോയിന്റുകൾ അങ്ങോട്ട് കണക്ട് ചെയ്യുക. ഈ പോയിന്റുകൾ എന്ത് ചെയ്താൽ മതി? കണക്ട് ചെയ്താൽ മതി. ഓക്കെ, ഈ പോയിന്റുകൾ എന്ത് ചെയ്താൽ മതി? കണക്ട് ചെയ്താൽ മതി. നോക്ക്, അപ്പൊ നമുക്ക് എങ്ങനെ കിട്ടും? അപ്പൊ നമുക്ക് ആംഗിൾ കിട്ടും. നോക്ക്, ഇവിടെ എത്രയാണ്? ഇവിടെ 100 ഡിഗ്രി, പിന്നെയോ നോക്ക് ഇവിടെ 120 ഡിഗ്രി, ആൻഡ് ഈ ഭാഗത്തെ നമുക്ക് എന്തായിട്ട് മാർക്ക് ചെയ്യാൻ പറ്റും? 140 ഡിഗ്രി ആയിട്ട് മാർക്ക് ചെയ്യാം. ഓക്കെ, അതുപോലെ നമ്മുടെ ഈ പറയുന്ന നോക്ക് എ അല്ലെ, ഇവിടെ 50 ഡിഗ്രി എന്ന് മാർക്ക് ചെയ്യാം. പിന്നെ എന്താണ്? ഇവിടെ 60 ഡിഗ്രി എന്ന് മാർക്ക് ചെയ്യാം. ഈ അവസാന അറ്റത്ത് എന്തെന്ന് മാർക്ക് ചെയ്യാം? 70 ഡിഗ്രി എന്ന് മാർക്ക് ചെയ്യാം. ഓക്കെ, 70 ഡിഗ്രി എന്ന് മാർക്ക് ചെയ്യാം. അങ്ങനെ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്തായി? നമ്മളുടെ ഉത്തരം ഇത്രയേ ഉള്ളൂ. എന്ത് ചെയ്യേണ്ടത്? സർക്കിളില് നിങ്ങൾ ഈ ഒരു ചോദ്യത്തിൽ നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഓക്കെ, വളരെ സിമ്പിൾ ആണ്. തന്നിരിക്കുന്ന ആംഗിളിന്റെ ഡബിൾ എടുക്കുക, എന്നിട്ട് സർക്കിൾ വരയ്ക്കുക, എന്നിട്ട് എന്ത് ചെയ്യണം? സർക്കിളിന്റെ സെന്ററിന്ന് ഈ പറയുന്ന സെന്ററിലല്ലേ, സർക്കിളിന്റെ സെന്ററിന്ന് എന്ത് ചെയ്യുക? ഒരു റേഡിയസ് വരയ്ക്കുക. റേഡിയസ് വരച്ച ശേഷം ഏതാണോ തന്നിരിക്കുന്ന ആംഗിൾ, ആദ്യത്തെ ആംഗിൾ അതിന്റെ ഡബിൾ എടുത്തിട്ട് പ്രൊട്ടക്ടർ ഇവിടെ വെച്ച ശേഷം എന്ത് ചെയ്യുക? എവിടെയാണെന്ന് നോക്കിയിട്ട് സർക്കിളിന്റെ സെന്ററിന്ന് സർക്കിളിന്റെ സർക്കംഫറൻസിലേക്ക് ഒരു വര വരയ്ക്കുക. പിന്നെ രണ്ടാമത്തെ ആംഗിൾ ഇവിടെ വെക്കുക, രണ്ടാമത്തെ ആംഗിൾ എടുക്കുക, എന്നിട്ട് അതിന്റെ ഡബിൾ എടുക്കുക. എന്നിട്ട് എന്ത് ചെയ്താൽ മതി? ഇവിടെ കോമ്പസ് ഇവിടെ വെച്ചിട്ട് എന്ത് ചെയ്യണം? മെഷർ ചെയ്യണം. അപ്പൊ നമുക്ക് ഇവിടെ എവിടെയെങ്കിലും ആയിട്ട് ഒരു ആംഗിൾ കിട്ടും. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുക? ഈ പറയുന്നത് ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുക. ഓക്കെ, എക്സ്റ്റെൻഡ് ചെയ്ത ശേഷം ആ 3 പോയിന്റുകളും തമ്മിൽ കണക്ട് ചെയ്തിട്ട് ഓർഡറിൽ അങ്ങോട്ട് നോക്കി എ ബി സി എന്ന് അങ്ങോട്ട് ഓർഡറിൽ ആംഗിൾ എഴുതുക. അതുപോലെ ഇവിടെ എഴുതുമ്പോൾ ഇങ്ങനെ ഇവിടെ ആംഗിളിന്റെ ഡബിൾ എഴുതുന്ന സമയത്ത് ഇവിടെ എഴുതിയാൽ മതി എ ബി സി. ഇപ്പൊ 2A 2B 2C എന്ന് എഴുതാം. ഇങ്ങനെ എഴുതിയാൽ മതി. ഓക്കെ, ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായി? ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായി? നമ്മുടെ ചോദ്യത്തിന്റെ ഉത്തരമായി. ഓക്കെ, ഇത്രയേ ഉള്ളൂ. അപ്പോ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചെയ്ത് പഠിക്കുക.
നോക്ക്, അടുത്തത് നമ്മൾ ചെയ്യാൻ പോണ കാര്യമാണ് ടു ഡ്രോ എ പെർപെൻഡിക്കുലർ ടു എ ലൈൻ. ഓക്കെ, അതായത് ഒരു വരയുടെ ലംബം വരയ്ക്കുക. ഓക്കെ, ഒരു വരയുടെ ലംബം വരയ്ക്കുക. ഓക്കെ, നോക്ക്, ശ്രദ്ധിച്ചു നോക്കിക്കോ. ഒരു സെമി സർക്കിളിലുള്ള ആംഗിള് അല്ലെ, ഒരു സെമി സർക്കിളിലുള്ള ത്രികോണത്തിന്റെ ആംഗിൾ എന്ന് പറയുന്നത് എന്താണ്? 90 ഡിഗ്രി ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. ഇല്ലെങ്കിൽ ആംഗിൾ ഇൻ എ സെമി സർക്കിൾ, ഒരു സെമി സർക്കിളിലെ ആംഗിൾ എന്താണ്? 90 ഡിഗ്രി ആണ്. ഓക്കെ, സെമി സർക്കിളിന്റെ മൊത്തം ആംഗിൾ അല്ല, സെമി സർക്കിളിൽ ആ വൃത്തത്തിൽ ടച്ച് ചെയ്യുന്ന ആംഗിൾ എന്താണ്? 90 ഡിഗ്രി ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. നോക്ക്, ഒരു അർദ്ധവൃത്തത്തിലെ കോൺ എത്രയാണെന്നാണ്? 90 ഡിഗ്രി. ഓക്കെ, നമുക്ക് ചെയ്ത് നോക്കാം. മട്ട കോണാണ് അല്ലെ. നോക്കാം. നോക്ക്, ഇതൊരു വരയാണെന്ന് വിചാരിക്കുക. ഓക്കെ, ഇത് ഒരു വര അല്ലെ. ഓക്കെ, നമുക്ക് ഇതിന്റെ എന്ത് കണ്ടുപിടിക്കണം? ലംബം കണ്ടുപിടിക്കണം, അല്ലെങ്കിൽ പെർപെൻഡിക്കുലർ കണ്ടുപിടിക്കണം. അപ്പൊ എന്ത് ചെയ്യാം? എവിടെയാണോ അതിന്റെ പെർപെൻഡിക്കുലർ വരയ്ക്കേണ്ടത്, ഈ സൈഡിലാണെങ്കിൽ ഇതിൽ കൂടെ ഒരു സർക്കിൾ വരയ്ക്കുക, ഈ സൈഡിലാണെങ്കിൽ ഇതിൽ കൂടെ ഒരു സർക്കിൾ വരയ്ക്കുക. ഓക്കെ, അപ്പൊ നമ്മൾ എങ്ങനെ വരയ്ക്കും? നോക്കിക്കോ, ഇങ്ങനെ ഒരു സർക്കിൾ അങ്ങോട്ട് വരയ്ക്കുക. ഓക്കെ, ഇങ്ങനെ ഒരു സർക്കിൾ അങ്ങോട്ട് വരയ്ക്കുക. ഓക്കെ, ഇനി നോക്ക്, ഈ സർക്കിളിന്റെ സെന്റർ മാർക്ക് ചെയ്യുക. ഈ സർക്കിളിന്റെ സെന്റർ എന്ത് ചെയ്യുക? മാർക്ക് ചെയ്യുക. ഓക്കെ, എന്നിട്ട് വളരെ സിമ്പിൾ ആണ്, ആ സെന്ററിൽ കൂടെ ഒരു എന്ത് വരയ്ക്കുക? ഡയാമീറ്റർ വരയ്ക്കുക. എന്ത് ചെയ്യുക? ഒരു ഡയാമീറ്റർ വരയ്ക്കുക. നോക്കി, ഇതൊരു സെമി സർക്കിൾ ആവും. ഓക്കെ, ഇതെന്താവും? ഇതൊരു സെമി സർക്കിൾ ആവും അല്ലെ. സെമി സർക്കിളിന് എത്ര ഡിഗ്രിയാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്? 180 ഡിഗ്രി ആണെന്ന് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? പഠിച്ചിട്ടുണ്ട്. ഓക്കെ, എത്ര ഡിഗ്രി ആണെന്ന് പഠിച്ചിട്ടുണ്ട്? 180 ഡിഗ്രി ആണെന്ന് പഠിച്ചിട്ടുണ്ട് അല്ലെ. അങ്ങനെ ആവുന്ന സമയത്ത്, ഓക്കെ, നോക്ക്, അങ്ങനെ ആവുന്ന സമയത്ത് നോക്ക്, അങ്ങനെ ആവുന്ന സമയത്ത് എന്ത് വരും അല്ലെ? നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു പോയിന്റിനെ ഇവിടേക്ക് അങ്ങോട്ട് കണക്ട് ചെയ്യാം. അപ്പൊ എന്താണ്? നോക്ക്, നമ്മുടെ 180 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾ എന്ത് വരും? 90 ഡിഗ്രി വരും. എന്ത് വരും? 90 ഡിഗ്രി വരും. ഓക്കെ, അപ്പൊ അതെന്തായി? അത് മട്ടകോണായി അല്ലെ. എന്തായി? മട്ടകോണായി, മട്ട ത്രികോണം അല്ലെങ്കിൽ മട്ടകോണായി അല്ലെ. അപ്പൊ എന്തായി? റൈറ്റ് ട്രയാങ്കിൾ ആയി. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? നോക്ക്, രണ്ട് പെർപെൻഡിക്കുലർ ലൈനുകൾ തമ്മിലുള്ള അല്ലെ, രണ്ട് പെർപെൻഡിക്കുലർ ലൈനുകൾ തമ്മിലുള്ള ആംഗിൾ എന്ന് പറയുന്നത് എന്തായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. ഇപ്പൊ നമുക്ക് എന്ത് കിട്ടി? ഈ വരന്റെ ഇപ്പുറത്തേക്ക് ഒരു പെർപെൻഡിക്കുലർ ലൈന് കിട്ടിയില്ലേ? ഇതായിരുന്നു നമ്മുടെ വര. ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ട്, ലംബമായിട്ട് നമുക്ക് എന്ത് കിട്ടി? ഒരു വര കിട്ടി അല്ലെ. അപ്പൊ അത് മനസ്സിലാക്കുക. ഒരു കാര്യം കൂടി മനസ്സിലാക്കുക, എന്താണ്? രണ്ട് ലംബ വരകൾ ഇല്ലെങ്കിൽ രണ്ട് പെർപെൻഡിക്കുലർസിന്റെ ഇടയിലുള്ള ആംഗിൾ, ഓക്കെ, മിഡിലുള്ള ആംഗിൾ എന്തായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. അഥവാ രണ്ട് ലംബങ്ങൾക്ക് ഇടയിലുള്ള കോണ് എത്രയാണ്? 90 ഡിഗ്രി ആണ്. എത്രയാണ്? 90 ഡിഗ്രി ആണ്. ഓക്കെ.